ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ചെറുപഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചെറുപഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല പോലെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് തവി കൊണ്ടൊക്കെ എണ്ണ കോരി ഒഴിച്ച് ആക്കി കൊടുത്താൽ മതി. തൊലി പഴത്തുമേൽ നിന്നും വിട്ട് വരുന്ന രൂപത്തിലാവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ട് അടുത്തത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് മുങ്ങത്തക്ക രീതിയിൽ ഓയിൽ എടുത്തിട്ടില്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ച് ഇതുപോലെ മുകളിലൊക്കെ ഒന്ന് ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് തൊലി കളഞ്ഞെടുക്കണം. ചൂടോട് കൂടി തന്നെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സോ തവിയൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് കറക്കിയെടുത്ത് പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കിയെടുക്കരുത്, ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴം ചൂടോടെ തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടുതൽ ആദ്യം ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കുഴച്ച് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിക്കും നല്ല ലൂസും അല്ലാതെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതിനായിട്ട് നമുക്കിവിടെ 1.5 കപ്പ് മൈദയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ ഇതുപോലെ ബോൾസാക്കി നമുക്ക് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ കൈയൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നമ്മളിത് ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ പുറം വശം പെട്ടെന്ന് മൊരിഞ്ഞു പോകുകയും ഉൾവശം വേവാതിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ വശവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോണ്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരിയെടുക്കാൻ, എങ്കിൽ എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് ഇത് കിട്ടും. വളരെ രുചികരമായ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.